ജോർജിയയിൽ റെസ്റ്റോറന്റ് ജീവനക്കാരനായ 11 ഇന്ത്യൻ പൗരന്മാർക്ക് ദാരുണാന്ത്യം. കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് മരണമെന്ന് ജോർജിയ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ നൽകാനായി പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത, 11 ഇന്ത്യൻ പൗരന്മാർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്, അതും ജോർജിയയിൽ വെച്ച്. ഇപ്പോൾ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? ഇവരുടെ പേര് വിവരങ്ങളോ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളവരാണെന്നോ തുടങ്ങിയ വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? ഇപ്പോൾ പ്രാഥമിക വിവരം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ടിബിലിസിയിലെ ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. 11 ഇന്ത്യക്കാരാണ് ഗുഡൌരി എന്ന് പറയുന്ന ജോർജിയയിലെ പ്രശസ്തമായ ഒരു സ്കീയിങ് റിസോർട്ടാണ്. അവിടെ ഉള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്ന 11 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ്, അല്ലെങ്കിൽ മരിച്ചു എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. ആകെ 12 പേരാണ് ഈ അത്യാഹിതത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒരാൾ ജോർജിയൻ പൗരനാണെന്ന് ജോർജിയൻ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാം നിലയിൽ സ്ഥാപിച്ചിരുന്ന ഒരു ജനറേറ്ററാണ് അപകട കാരണമെന്ന് സംശയിക്കുന്നു. പ്രാഥമിക വിവരമാണിത്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമൊന്നുമില്ല. വൈദ്യുതി ബന്ധം ഇല്ലാതായപ്പോൾ ജനറേറ്റർ പ്രവർത്തിക്കുകയും അതിൽ നിന്നുള്ള വിഷപ്പുക ശ്വസിച്ചാണ് രണ്ടാം നിലയിലെ കിടപ്പുമുറികളിൽ കിടന്ന ഈ ഇന്ത്യൻ റെസ്റ്റോറന്റിലെ ജീവനക്കാർ മരിച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ജോർജിയൻ സർക്കാർ പങ്കുവെക്കുന്നത്. അതിലൊരാൾ ജോർജിയൻ പൗരനാണ്. ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് എവിഡൻസും ഫോറൻസിക് അധികൃതരും ഒക്കെ തന്നെ ഈ സംഭവ സ്ഥലത്ത് എത്തി എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ജോർജിയൻ മാധ്യമങ്ങളും പുറത്തുവിടുന്ന വിവരങ്ങൾ ഈ പ്രാഥമിക വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്നുള്ളത് ഇന്ത്യൻ എംബസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ നാട്ടിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവരാണെന്നോ അല്ലെങ്കിൽ ആരൊക്കെയാണെന്നോ ഉള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ഇതുവരെ. ബസന്ത, ഇവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരുന്നു ഈ വിഷവാതക ചോർച്ചയുണ്ടായത്. ഇവരെ അറിയാൻ സാധിച്ചില്ലല്ലേ? കിടപ്പുമുറികളിൽ ഇവരെല്ലാവരും കിടക്കുന്ന നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്തെങ്കിലും ആക്രമണം നടന്നതിന്റെയോ പിടിവലി നടന്നതിന്റെയോ ഒന്നും ലക്ഷണങ്ങളില്ല എന്ന് ജോർജിയൻ ആഭ്യന്തര മന്ത്രാലയം അവരുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വിഷപ്പുക ശ്വസിച്ചതാവാം എന്നുള്ള ഒരു സംശയം മാത്രമാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം പങ്കുവെക്കുന്നത്. ഇവർ കിടന്നുറങ്ങിയ സമയത്ത് പുലർച്ചെയായിരുന്നു സംഭവം എന്നുള്ള വിവരമാണ് ജോർജിയൻ അധികൃതരും പറയുന്നത്.